അടുത്ത മാസം അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സർക്കാർ കൂടുതൽ തുക വകയിരുത്താൻ സാധ്യത. ഫിറ്റ് സൊല്യൂഷൻ സ്ഥാപനമായ BMIയുടെ പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനൊപ്പം വർദ്ധിച്ചുവരുന്ന ചെലവുകൾ നേരിടേണ്ടി വരുന്നത് സർക്കാരിന് വെല്ലുവിളിയാകും. ധനകമ്മി 4.3% കുറയ്ക്കാൻ സർക്കാർ ലക്ഷ്യമിടുമ്പോഴും യഥാർത്ഥത്തിൽ ഇത് 4.6% എത്താനാണ് സാധ്യതയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ കണക്കിലെടുത്ത് പ്രതിരോധ ബജറ്റിൽ വർധനവുണ്ടാകും. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചൈനയുമായും പാകിസ്ഥാനുമായും ഉണ്ടായ സംഘർഷങ്ങൾ ഇന്ത്യക്ക് മുന്നറിയിപ്പാണ്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും സുരക്ഷയ്ക്കായി കൂടുതൽ പണം ചെലവാക്കേണ്ടി വരും. 2018-20 കാലയളവിൽ കുറഞ്ഞ പ്രതിരോധ വിഹിതം ഇത്തവണ ഉയർത്താനാണ് സാധ്യത. കോവിഡ് മഹാമാരിയെ തുടർന്ന് രാജ്യത്തിന്റെ പൊതുകടം കുത്തനെ ഉയർന്നിരുന്നു. ധനകമ്മി കുറച്ചുകൊണ്ടുവന്ന് സാമ്പത്തിക അച്ചടക്കം പാലിക്കാനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശ്രമിക്കുന്നത്. 2031 പൊതുകടം 50% എത്തിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ നിലവിലിത് വളരെ കൂടുതലാണ്. സാമ്പത്തിക വളർച്ചയെ ബാധിക്കാത്ത രീതിയിൽ കടം നിയന്ത്രിക്കുക എന്നത് സർക്കാരിന് വലിയൊരു കടമ്പയാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വൻതുക ആവശ്യമാണ്. ഗവേഷണത്തിനായി 1 ലക്ഷം കോടി രൂപയുടെ ഫണ്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ റെയിൽവേ വികസനത്തിനായി വരാനിരിക്കുന്ന ബജറ്റിൽ ഏകദേശം 3 ലക്ഷം കോടി രൂപ വകയിരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരം വൻകിട പദ്ധതികൾ ബജറ്റ് ചെലവ് വർദ്ധിപ്പിക്കും.